എല്ലാവർക്കും LDCയുടെ റിവിഷൻ സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളവുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ്. കുറച്ച് LD ബേസ് ചെയ്തുള്ള മുൻവർഷ ചോദ്യങ്ങളാണ്. മലയാളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മലയാളത്തിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നെഗറ്റീവ് അടിക്കാനും ചാൻസ് ഉള്ള ഇതാണ് വരുന്നത്. അപ്പോൾ മലയാളം മാക്സിമം നിങ്ങൾ നോക്കി വെച്ചോ. മലയാളത്തിൽ നിന്ന് 10 മാർക്കാണ് വരുന്നത്. 10-ൽ 7 മാർക്ക് എങ്കിലും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് ലഭിക്കുന്നതാണ് മലയാളത്തിൻ്റെ പ്രത്യേകത അതാണ്, റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ചെയ്ത് നമ്മൾ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. കേരള സുപ്രധാന നിയമങ്ങൾ, അതുപോലെ തന്നെ കേരള ഭരണരംഗം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. അപ്പോൾ ഇത്രയും ക്ലാസ്സസ് ഒന്നും മെയിനായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. കാരണം ഇതെല്ലാം ഹോട്ട് ടോപ്പിക്കാണ്. പ്രീവിയസ് റിപ്പീറ്റ് ചെയ്യാനും റിലേറ്റഡ് ഫാക്റ്റ് എല്ലാം നമ്മൾ റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനിയുള്ള ട്രിവാൻഡ്രം എഴുതുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ റിവിഷൻ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കെല്ലാം ഓർമ്മശക്തി എന്നൊരു കൂടത്തേ ഉള്ളൂ നമ്മുടെ റിവിഷൻ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെന്മണി ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? നെന്മണി സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് മലയാളം പാർട്ടിയിൽ നിന്ന്. നെന്മണി ശരിയായിട്ട് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, നെൽ പ്ലസ് മണി എന്നാണ്. അത് പിന്നെ ഇങ്ങനെയും എഴുതാമേ. മിക്കവാറും പരീക്ഷയ്ക്ക് ചിലപ്പം ഇങ്ങനെയും എഴുതും. അതായത് കണ്ടോ, നെൽ പ്ലസ് മണി എന്നായിരിക്കും മെയിനായിട്ട് ഓപ്ഷനിൽ വരുന്നത്. അത് കണ്ടാൽ നിങ്ങൾ അത് കറപ്പിച്ചേക്കണം കേട്ടോ. നമ്മുടെ ടെസ്റ്റിലും കാര്യങ്ങളും റാങ്ക് ഫയലിലും എല്ലാം നെൽ പ്ലസ് മണി എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും PSCയുടെ ആൻസർ ആയിട്ടിരുന്നത്. അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഇവിടെ നെൽ പ്ലസ് മണി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കവി എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏത്? ആൻസർ ഓപ്ഷൻ എ, കവയിത്രിയാണ്. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് കവിയുടെ എതിർലിംഗം ഏത് എന്നുള്ളത് ചോദിക്കുന്നതാണ്. അപ്പോൾ എതിർലിംഗത്തിൽ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കവയിത്രിയാണ്, കവയിത്രി. ഇത് മറക്കല്ലേ. പലരും കവിയത്രി എന്നൊക്കെ കിടക്കും. കവിയത്രി എന്നൊക്കെ കിടക്കുമ്പോൾ നമുക്ക് കറുപ്പിക്കാനുള്ളൊരു ടെൻഡൻസി വരും. പക്ഷേ കറുപ്പിക്കല്. കവയിത്രിയാണ്. മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കാട്ടുമനുഷ്യൻ എന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെ ഒറ്റപ്പദമാണ്? അതിൻ്റെ ആൻസർ വരുന്നു കാട്ടുമനുഷ്യൻ എന്ന് പറയുന്നത് കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനെയാണ് കാട്ടുമനുഷ്യൻ എന്ന് പറയുന്നത്. കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ. അടുത്തത്, യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുക. ഒരു ശൈലിയാണ് യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ഈ ശൈലിയുടെ കാര്യം വരുമ്പോൾ നിങ്ങളൊന്ന് ഓപ്ഷൻസ് ഒന്ന് നോക്കണം. ഓപ്ഷൻസ് നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ശൈലിയൊന്നും എല്ലാം പഠിച്ചിട്ട് പോകാത്ത കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത്. ശൈലിയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ളത് കണക്ട് ചെയ്ത് ഇപ്പോൾ നോക്കുക. യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുക. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണോ? അല്ലല്ലോ. കൊത്തും കോട് വെക്കുകയാണോ? അതുപോലെ തന്നെ ഒഴുക്കത്ത് വാലാട്ടുകയാണോ? അല്ലല്ലോ. യാഥാർത്ഥ്യം അവഗണിച്ച്. അപ്പോൾ നമ്മുടെ മുമ്പിലൊരു യാഥാർത്ഥ്യമുണ്ട്, അത് അവഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണടയ്ക്കുക എന്നല്ലേ. അപ്പം പ്രവർത്തിക്കുക, കണ്ണടച്ച് ഇരുട്ടാക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ആൻസർ വരുന്നത്. അതുപോലെ തന്നെ കടൽ എന്ന അർത്ഥം വരുന്ന മറ്റൊരു പദം ഏതാ? ഓപ്ഷൻ എ, അർണവമാണ്. കടലിൻ്റെ മറ്റു പര്യായ അർത്ഥങ്ങളാണ് വരുന്നത്. കടലിൻ്റെ ജലധി, ആഴി, അർണവം. അതുപോലെ തന്നെ തന്നിട്ടുള്ള അർണവം, ഉദതി, സാഗരം. അതുപോലെ തന്നെ കടല്, കാറ്റ്, ആകാശം. കടൽ, കാറ്റ്, ആകാശം, അതുപോലെ തന്നെ തീയ്, അങ്ങനെ തുടങ്ങിയതിൻ്റെയൊക്കെ മിക്കവാറുള്ളതിൻ്റെ അർത്ഥങ്ങൾ നോക്കിയിട്ട് പോകണേ. PSC ചോദിക്കുമ്പോൾ അർത്ഥങ്ങൾ നോക്കുമ്പോൾ എല്ലാ അർത്ഥങ്ങളോടൊന്ന് നോക്കണം. മെയിനായിട്ട് കടലിന് നമ്മൾ പറഞ്ഞു കാറ്റ്, മേഘം, മഴ, തീയ്, ആകാശം ഇതിൻ്റെയൊക്കെ നോക്കിയിട്ടൊന്ന് പോകണേ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം, ഇതിനകത്ത് പദം എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, അസ്ഥികൂടം. ഇങ്ങനെയാണ് എഴുതുന്നത്, അസ്ഥികൂടം. അറിയാമല്ലോ. അടുത്തത്, പ്രശാന്തം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രശാന്തം എന്താണ്? പ്രക്ഷുബ്ധമാണ്. പ്രശാന്തം ഓപ്പോസിറ്റ് പ്രക്ഷുബ്ധം. അടുത്തത്, കൊടുത്തു പ്ലസ് ഇല്ല എന്ന് ചേർത്തെഴുതിയാൽ എന്താണെന്നാണ്? കൊടുത്തു പ്ലസ് ഇല്ല എന്ന് ചേർത്തെഴുതി കഴിഞ്ഞാൽ കൊടുത്തില്ല എന്നാണ്. ഓപ്ഷൻ ബി, കൊടുത്തില്ല എന്നാണ്. അതുപോലെ തന്നെ മെനി പിക്കിൾ മേക്സ് എ മിക്കിൾ എന്ന ഇതിന് സമാനപരമായ പഴഞ്ചൊല്ല് എന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, പലതുള്ളി പെരുവെള്ളം. അടുത്തത്, അകത്ത് കടക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഭക്ഷിക്കുക എന്നാണ്. അകത്ത് കടക്കുക, ഭക്ഷിക്കുക എന്നാണ്. അകത്ത് കടക്കുക എന്നൊക്കെ പ്രവേശിക്കുകയൊക്കെ കാണും, പക്ഷേ അതൊന്നും കറപ്പിക്കല്ല. PSCയുടെ ആൻസറാണ് ഇവിടുന്ന് ഫൈനൽ ആൻസർക്ക് വെച്ച് അകത്ത് കടക്കുക, ഭക്ഷിക്കുക എന്നാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദ്രുതം എന്ന പദത്തിൻ്റെ വിപരീത പദം. ദ്രുതം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രുതഗതിയിലൊക്കെ പോകാമെന്നല്ലേ. അപ്പോൾ അതിൻ്റെ വിപരീത പദം മന്ദം എന്നാണ്. മന്ദം. ഓപ്ഷൻ സി ആണ് ആൻസർ. കണ്ടോ, അടുത്ത ക്വസ്റ്റ്യൻ, നെന്മണി. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തു. നെന്മണി എന്ന പദം തിരിച്ചറിയോ? നെന്മണി ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നത്. കറക്റ്റ് ആയിട്ട് ഉണ്ടോ? നെൽ പ്ലസ് മണിയാണ് നെന്മണി കേട്ടോ.
അടുത്തത് ശത്രു എന്ന പദത്തിൻ്റെ പര്യായ പദം. ശത്രു എന്ന പദത്തിൻ്റെ പര്യായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വൈരിയാണ്. ശത്രു വൈരിയാണ്. നമുക്കറിയത്തില്ലേ ശത്രു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ശത്രുവിനോടൊക്കെ നമുക്ക് വൈരാഗ്യമല്ലേ തോന്നുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്തു ശത്രു വൈരിയാണ്. അടുത്തത് ശരിയായ പദം ഏത്? ശരിയായ പദം പ്രദക്ഷിണം എന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്നാണ്. അപ്പോൾ പഠിച്ചു വെച്ചോണേ. പ്രദക്ഷിണം. കണ്ടോ, നിങ്ങൾ വാക്കുകൾ പറയുമ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. പ്രദക്ഷിണമെന്നല്ല, പ്രദക്ഷിണം എന്ന് പറയുമ്പോൾ ഈ ഇതായാണ് പ്രദ എന്ന് എഴുതിയിട്ട് പ്രദക്ഷിണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എക്സാം ഹാളിൽ ഇരിക്കും നമ്മൾ ഈ നെഗറ്റീവ് കറപ്പിക്കാൻ ചാൻസ് കൊടുക്കും. ഈ പ്രദക്ഷിണമൊക്കെ കറപ്പിക്കും ചില കൂട്ടുകാർ. അതുകൊണ്ടാണ് പറയുന്നത് പ്രദക്ഷിണം. ശരിക്കും നോക്കിയിട്ട് പോകണം. അടുത്തത് ഒരു കൈ നോക്കുക. ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? വളരെ സിമ്പിൾ. ഒരു കൈ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ കൊടുക്കുക എന്നുള്ളതാണ്. പരീക്ഷിക്കുക എന്നുള്ളതല്ലേ. ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നൊക്കെയല്ലേ ഒരു കൈ കൊടുക്കുക എന്ന് പറയുന്നത്. അടുത്തത് ഒറ്റപ്പദം കണ്ടെത്തുക. അന്യദേശത്തുള്ളവർ. അന്യദേശത്തുള്ളവരെ നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻ ഡി പരദേശി എന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെ ഈ പിരിച്ചെഴുതുക. ഇക്കാര്യം എന്നുള്ളത് പിരിച്ചെഴുതുക. ഇക്കാര്യം എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ? ഈ പ്ലസ് കാര്യമല്ലേ. സിമ്പിൾ. ഇക്കാര്യം ഈ പ്ലസ് കാര്യം. കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? കൊടിക്കൂറ. കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഓപ്ഷൻ ബി കേതനമാണ്. കേതനം. അടുത്തത് ശരിയായ പദം ഏത്? അഖിലേഷൻ എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അഖിലേഷൻ എഴുതുമ്പോൾ അഖിൽ കണ്ടോ, അഖിലിൻ്റെ അക്കി കണ്ടോ, പിന്നെ ലേശനോടെ ചേർത്തത്. അഖിലേഷൻ എന്ന് പറയുമ്പോൾ അഖിലേഷൻ, അഖിലിൻ്റെ ലേശൻ എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അഖിൽ പ്ലസ് ലേശൻ എന്നങ്ങ് ഓർത്ത് വെച്ചാൽ അഖിലിൻ്റെ ലേശൻ, അഖിലേഷൻ. അപ്പോൾ അഖിലിന് എഴുതുന്ന നമ്മളെങ്ങനെ? ലേശൻ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, മറക്കല്ലേ. അടുത്തത് സാക്ഷീകാരമായ വിഭക്തി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാക്ഷീകാരമായ വിഭക്തി എന്ന് പറയുന്നത് സംയോജിക എന്നാണ്. ഓപ്ഷൻ ഡി സംയോജിക എന്നാണ് പറയുന്നത്. ഇത് ഗ്രാമർ പാർട്ടാണ്. ഇത് കുറച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് വിഭക്തിയിൽ ഏതാണ് വരുന്നത്? സംയോജിക വിഭക്തിയാണ് സാക്ഷീകാരകമായി വരുന്നത്. അതായത് സാക്ഷീകാരകം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ക്രിയ നടക്കുവാൻ കർത്താവിനെ സഹായിക്കുന്നതാണ് സാക്ഷീകാരകം എന്ന് പറയുന്നത്. ക്രിയ നടക്കുവാൻ കർത്താവിനെ സഹായിക്കുന്നതാണ് സാക്ഷീകാരകം എന്ന് പറയുന്നത്. സാക്ഷീകാരകം എന്ന് പറയുന്നത് കേട്ടോ. സാക്ഷീകാരമായ വിഭക്തി ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? സംയോജികയാണ് വരുന്നത്. സംയോജിക. കാരണം എന്ന് പറഞ്ഞാൽ സംയോജികയിലാണ് നമുക്ക് ഓട്, അതുപോലെ തന്നെ ഓട് എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ സാക്ഷീകാരമായ വിഭക്തിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ സംയോജിക വിഭക്തിയുണ്ട്. അടുത്തത് സ്വാമീകാരകം. അടുത്തത് ഏതാണ്? സംബന്ധികയുണ്ട്. സംബന്ധിക ഏതെന്ന് നമുക്ക് നോക്കാം. സാക്ഷീകാരകമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കർമ്മകാരകമുണ്ട്. കർമ്മകാരകം എന്ന് പറയുമ്പോൾ ഒരു ക്രിയയുടെ ഫലം അനുഭവിക്കുന്നതാണ് കർമ്മകാരകം എന്ന് പറയുന്നത്. അതായത് അമ്മ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നതൊക്കെ കർമ്മകാരകമായിട്ട് വരും. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് സാക്ഷീകാരകമാണ്. സാക്ഷീകാരകമായ വിഭക്തി എന്നാണ്. സംയോജിക വിഭക്തിയാണ്. സംയോജിക വിഭക്തി. അപ്പോൾ സംയോജിക വിഭക്തി എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം, എടുത്തെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. സംയോജിക വിഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമങ്ങളോടൊപ്പം ഓട് എന്ന വിഭക്തിയൊക്കെ പ്രത്യേകം ചേർക്കുന്നത്. നാമങ്ങളോടൊപ്പം ഓട് എന്ന വിഭക്തി ചേർക്കുന്നതാണ് സംയോജിക വിഭക്തി എന്ന് പറയുന്നത്. അതിപ്പോൾ രാമനോടാവാം. സാക്ഷീകാരകം, ഒരാളെ സാക്ഷി നിർത്തിയല്ലേ പറഞ്ഞത്. രാമനോട് ഞാനത് പറഞ്ഞു, അല്ല സീതയോട് ഞാനത് പറഞ്ഞു എന്നൊക്കെ ഉദ്ദേശിക്കുന്നതാണ് സംയോജിക വിഭക്തി. അതൊക്കെ ഒരു സാക്ഷിയല്ലേ. രാമനോട് ഞാനത് പറഞ്ഞു ഒരു സാക്ഷിയെ പോലല്ലേ കാണിക്കുന്നത്. അതാണ് സാക്ഷീകാരമായ വിഭക്തി. സംയോജിക വിഭക്തിയാണ്. സംയോജിക വിഭക്തിയാണ്, മറക്കല്ലേ. പിന്നെ ഇവിടെ ഉദ്ദേശിക വിഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ഉദ്ദേശിക വിഭക്തി എന്ന് പറയുന്നത് നാമങ്ങളോടൊപ്പം ഇക്ക്, ഇന്ന് എന്ന വിഭക്തിയിലൊക്കെ ചേർക്കുന്നത്. അതായത് എനിക്ക്, അവൾക്ക്, രാജുവിന്. കണ്ടോ, എനിക്ക്, അവൾക്ക്, രാജുവിനൊക്കെ വരുന്നതാണ് ഉദ്ദേശിക വിഭക്തി. ഉദ്ദേശിക വിഭക്തി വരുന്നത് ഏതാണ്? സ്വാമീകാരകമാണ്. ഉദ്ദേശിക വിഭക്തി വരുന്നത് സ്വാമീകാരകം. അടുത്തത് പ്രയോജിക വിഭക്തി. പ്രയോജിക വിഭക്തി എന്ന് പറഞ്ഞാൽ നാമങ്ങളോടൊപ്പം ആൽ എന്ന വിഭക്തി പ്രത്യേകം ചേർക്കുന്നത്. അതായത് അവനാൽ, ശ്യാമിനാൽ, അരുണാൽ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് പ്രയോജിക വിഭക്തി വരുന്നത്. പ്രയോജിക വിഭക്തി വരുന്നത് കാരകം അതല്ലെങ്കിൽ കാരണകാരകം എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ സംബന്ധികയാണ്. സംബന്ധിക വരുന്നത് എന്താണ്? നാമങ്ങളോടൊപ്പം എൻ്റെ, ഉടെ എന്നീ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുന്നതാണ് സംബന്ധിക വിഭക്തി എന്ന് പറയുന്നത്. അപ്പുവിൻ്റെ, ചെങ്ങാതിയുടെ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംബന്ധിക വിഭക്തി എന്ന് പറയുന്നത്. അതിന് കാരകമില്ല കേട്ടോ. അപ്പോൾ കാരകമില്ലാത്ത വിഭക്തി ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അത് പറയണം സംബന്ധിക വിഭക്തിയാണ്. സംബന്ധിക വിഭക്തിയാണ്. അടുത്തത് മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏത്? മുൻവിനയച്ചത്തിന് ഉദാഹരണം അത് ഞാൻ പറയാം. വിനയച്ചം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോടെ? പേരച്ചം, വിനയച്ചം. അത് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലോട്ട് പോകാം. പേരച്ചം, വിനയച്ചം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നാമത്തെ അഥവാ പേരിനെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം എന്ന് പറയുന്നത്. പേരച്ചം എന്താണ്? നാമത്തെ അഥവാ പേരിനെ ആശ്രയിച്ച് നിൽക്കുന്ന
അപൂർവ ക്രിയയാണ് പേരച്ചം എന്ന് പറയുന്നത്. പേരച്ചത്തിന് ഉദാഹരണമാണ് ഓടുന്ന കുതിരയിലെ ഓടുന്ന എന്നൊക്കെ അർത്ഥം വരുന്നത് പേരച്ചത്തിന് ഉദാഹരണമാണ്. അത് പറക്കുന്ന പക്ഷിയിലെ പറക്കുന്ന എന്നൊക്കെ പറയുന്നത് ആണ്. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിനയച്ചത്തെ എന്താണെന്നാണ്. പേരച്ചത്തെ നമ്മൾ നാമാങ്കമെന്നും വിനയച്ചത്തെ നമ്മൾ ക്രിയാംഗം എന്ന് പറയും. അപ്പോൾ വിനയച്ചം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ വിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പൂർണ്ണ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ്ണ ക്രിയയെ പറയുന്നതാണ് വിനയച്ചം. അപ്പോൾ മറക്കല്ലേ, വിനയച്ചം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ്ണ ക്രിയയെ വിനയച്ചം എന്ന് പറയുന്നത്. അതായത് നമുക്ക് വിനയച്ചത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് നമുക്ക് എന്തൊക്കെ പറയാം? പറഞ്ഞു കേട്ടു, ഒടിഞ്ഞു വീണു, ഓടാൻ പോയി. പറഞ്ഞു കേട്ടു, ഒടിഞ്ഞു വീണു, ഓടാൻ പോയി എന്നൊക്കെയാണ് വിനയച്ചത്തിന്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മുൻവിനയച്ചമാണ്. വിനയച്ചം എത്ര തരമുണ്ട്? വിനയച്ചം കുറച്ച് 4 തരമുണ്ട് വിനയച്ചം. അതായത് മുൻവിനയച്ചം, പിൻവിനയച്ചം, നടുവിനയച്ചം, തൻവിനയച്ചം, പാക്ഷിക വിനയച്ചമുണ്ട്. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മുൻവിനയച്ചമാണ്. അപ്പോൾ നമുക്ക് മുൻവിനയച്ചം എന്താണെന്ന് നോക്കാം. മുൻവിനയച്ചം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ ക്രിയയ്ക്ക് മുമ്പ് നടക്കുന്ന അപൂർണ്ണ ക്രിയയാണ് പറയുന്നത്. അതായത് ഭൂതകാല രൂപത്തിൽ വരുന്ന വിനയച്ചത്തെയാണ് മുൻവിനയച്ചം എന്ന് പറഞ്ഞത്. അത് മുൻവിനയച്ചം കണ്ടോ, മുൻപ് നടന്ന ഒരു ഭൂതകാലത്തെക്കുറിച്ച് പറയുകയാണ് മുൻവിനയച്ചം. അതിൻ്റെ ഉദാഹരണങ്ങൾ ചാടിപ്പോയി, കയറി ചെന്നു, അതുപോലെ തന്നെ ഓടിക്കയറി. കണ്ടോ, ഓടിക്കയറി, ചാടിപ്പോയി, കയറി ചെന്നു എന്നൊക്കെ പറയും മുൻവിനയച്ചത്. വരാൻ പറഞ്ഞു എന്നൊന്നും വരത്തില്ല. കാൺകിൽ വരാൻ പറ്റില്ല. കേൾക്കെ കണ്ടു അതൊന്നും വരത്തില്ല. ഓടിക്കയറി അതൊരു മുൻവിനയച്ചത്തിന് ഉദാഹരണമാണ്. അപ്പം ഓടിക്കയറി കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചെമ്പ് തെളിയുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ചെമ്പ് തെളിയുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമാണ് ഓപ്ഷൻ എ സത്യം പുറത്താക്കുക എന്നാണ്. ചെമ്പ് തെളിയുക, സത്യം പുറത്താക്കുക എന്നാണ്. അടുത്തത് കൂപം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കിണറാണ് കൂപം വരുന്നത്. അടുത്തത് ഓഫ് ആൻഡ് ഓൺ എന്ന ശൈലിയുടെ അർത്ഥം എന്നാണ്. ആൻസർ ഓപ്ഷൻ എ വല്ലപ്പോഴുമാണ്. വല്ലപ്പോഴും അല്ലേ നമ്മൾ ഓഫ് ഓണും ചെയ്യുന്നത്. ഓഫ് ആൻഡ് ഓൺ വല്ലപ്പോഴും. അടുത്തത് ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുമെന്നാണ്. ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഇത് ശരിയായിട്ട് അങ്ങ് പറയാം. ഞാൻ നിന്നെ ആശ്രയിച്ച് വേറെ ഗതിയില്ലാഞ്ഞാണ്. അതുപോലെ തന്നെ ഞാൻ നിന്നെ ആശ്രയിച്ചത് മറ്റ് ഗതിയില്ലാഞ്ഞാണ്. ഞാൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാഞ്ഞാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്നത്. 2, 3, 4 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്തത് നാഗരികം എന്നതിൻ്റെ വിപരീത പദം എന്ന്. നാഗരികത്തിൻ്റെ വിപരീത പദമാണ് ഓപ്ഷൻ ബി ഗ്രാമീണമേ. യഥോചിതം പിരിച്ചെഴുതുമ്പോൾ എന്താണ്? യഥോചിതം എന്ന് പറയുമ്പോൾ പിരിച്ചെഴുതുമ്പോൾ യഥാ പ്ലസ് ഉചിതമാണ്. ഓപ്ഷൻ ബി യഥാ പ്ലസ് ഉചിതമാണ് യഥോചിതം വരുന്നത്. അടുത്തത് പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നാണ്. നമുക്കറിയാം പടി അടിച്ച് പണ്ടം വെക്കുക എന്നൊക്കെ പറയത്തില്ല. അതുപോലൊക്കെ തന്നെ ഓർത്ത് വെച്ചാൽ പുറത്താക്കുക എന്ന്. പടി കടത്തുക, പുറത്താക്കുക. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. പ്രായച്ചിത്തമൊക്കെ സ്ഥിരമായിട്ട് പി എസ് സി വയ്ക്കുന്നതിന് പ്രായച്ചിത്തം എങ്ങനെയാണ് എഴുതുന്നത് അപ്പം പഠിച്ചു വെച്ചോണം. ചിത്തം ഉണ്ടാവും. ഇവിടെ വരത്തില്ല. ഈ ചിത്തം വരത്തില്ല, ഈ ചിത്തം വരത്തില്ല, ഈ ചാ വരത്തില്ല. പ്രായശ്ചിത്തം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു ഷായുടെ ഒരു അംശത്തോടെ അതിനകത്ത് വരും. പ്രായശ്ചിത്തം ചെയ്യുന്നല്ലേ. ഒരു ഷായുടെ ഒരു ചെറിയൊരു ഇത് വരത്തില്ലേ ഒരു. അപ്പം ഷായും ചായയുടെ ചേരുമെന്ന് ഓർത്ത് വെച്ചാൽ പ്രായശ്ചിത്തം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട്. അടുത്തത് പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതിയാൽ പൂപ്ലസ് തട്ടമാണ്. ഓപ്ഷൻ എ പൂപ്ലസ് തട്ടം. പുല്ലിംഗ പദമല്ലാത്തത് കണ്ടെത്തി എഴുതുക. പുല്ലിംഗ പദമല്ലാത്തത് കണ്ടെത്തി എഴുതുക. അപ്പോൾ പുല്ലിംഗ പദം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതായത് സല്ലിംഗ ബഹുവചനത്തിലുള്ളതാണ് ഈ പുല്ലിംഗവും. അതായത് സ്ത്രീലിംഗവും നപുംസലിംഗവും. പുല്ലിംഗം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ ഉദ്ദേശിക്കുന്നതാണ്. അതായത് ആണൊരു ഇത് വരുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീലിംഗം സ്ത്രീകളുമായിട്ട് വരുന്നതാണ്. അതുപോലെ നപുംസലിംഗം എന്ന് പറയുമ്പോൾ വസ്തുക്കളെ പറയുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഓർത്തോണം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് പുല്ലിംഗ പദമല്ലാത്തത് കണ്ടെത്തുക. പുല്ലിംഗ പദമല്ലാത്തത്. അവൻ പുല്ലിംഗമല്ലേ, ഒരു ആണിനെ സൂചിപ്പിക്കുന്നതല്ലേ. അവൻ. കേമൻ ഒരു ആണിനെ സൂചിപ്പിക്കുന്നതല്ലേ. സമർത്ഥ എന്താണ്? പുല്ലിംഗ പദമല്ലാത്തതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ തെറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമർത്ഥ എന്നാണ് വരുന്നത്. സമർത്ഥനല്ല, സമർത്ഥ എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പുല്ലിംഗ പദമല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമർത്ഥൻ പുല്ലിംഗമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി സമർത്ഥ എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി അല്ല ഇവിടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് സമർത്ഥ. സമർത്ഥ ഏതാണ്? സ്ത്രീലിംഗമാണ്. കേമൻ പുല്ലിംഗമാണ്. അതുപോലെ തന്നെ സമർത്ഥനും ഞാൻ പറഞ്ഞുതരാം. പുല്ലിംഗം എന്ന് പറയുന്നത് എന്താണ്? ആണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അവൻ പുല്ലിംഗമാണ്, സമർത്ഥൻ പുല്ലിംഗമാണ്, കേമൻ പുല്ലിംഗമാണ്, സമർത്ഥ അവൾ അതുപോലെ തന്നെ കേമി എന്നൊക്കെ പറയുന്നത് സ്ത്രീലിംഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി സമർത്ഥയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണാടി എന്ന പദത്തിന് പര്യായമായി പറ്റാത്തത്. കണ്ണാടി എന്ന പദത്തിന് പര്യായമായി പറ്റാത്തതെന്നാണ് വെച്ചിരിക്കുന്നത്. കണ്ണാടി ദർപ്പണം വരും. അതുപോലെ എന്ത് ആദർശം വരും. നമ്മൾ കണ്ണാടി നോക്കിയില്ല, ആദർശമൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. കണ്ണാടിയും
ദർപ്പണം ആദർശവും ഒക്കെ കണ്ണാടിക്ക് പര്യായ പദമാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് മുകുളം വരത്തില്ല, കാർമുഖം വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? മുകുളം, ദർപ്പണവും ആദർശവും വരും, മുകുളവും വരത്തില്ല, കാർമുഖവും വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 2, 4 എന്നിവയാണ് കണ്ണാടിക്ക് പര്യായമല്ലാത്തത്. അടുത്തത് മതി എന്ന പദത്തിൻ്റെ നാനാർത്ഥമായി വരാത്തത്. മതി എന്ന പദത്തിന് നാനാർത്ഥമായി വരാത്തതെന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി പകലാണ്. അടുത്തത് നെല്ലിപ്പടി കാണുക എന്ന ശൈലിക്ക് വരാവുന്ന അർത്ഥം ഏതാണ്? നെല്ലിപ്പടി കാണുക. അപ്പോൾ നെല്ലിപ്പടി കാണുക എന്ന് പറയുമ്പോൾ വിഷമിക്കുക എന്നൊന്നും എഴുതിയില്ല, ക്ഷമയുടെ നെല്ലിപ്പല കാണുക എന്നൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ വിഷമിക്കുക എന്നൊന്നും പോയി കറപ്പിക്കല്. നെല്ലിപ്പടി കാണുക എന്നതിൻ്റെ ശൈലിയുടെ അർത്ഥം വരുന്നത് അങ്ങേയറ്റം വരെ നമ്മൾ വരെ എത്തിക്കുക. ക്ഷമയുടെ നെല്ലിപ്പല കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം വരെ എത്തുക, അങ്ങേയറ്റം വരെ എത്തുക, അടി വരെ തപ്പുക എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. അങ്ങേയറ്റം വരെ എത്തുക എന്നൊക്കെയാണ് നെല്ലിപ്പടി കാണുക എന്നുള്ളത് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് തെറ്റായ പദം കണ്ടെത്തുക. തെറ്റായ പദം ആഘാതം ഇങ്ങനെയാണ് എഴുതുന്നത്. അസ്തമനം, അടിമത്തം, അതുപോലെ തന്നെ അതിഥി എന്ന് എഴുതുമ്പോൾ തിരിച്ചല്ലേ എഴുതുന്നത്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. തെറ്റായ പദം ഇതിനകത്ത് അതിഥിയാണ്. അതിഥി തിരിച്ചാണ് എഴുതുന്നത്, അതിഥി, കണ്ടോ, അങ്ങനെയല്ലേ എഴുതുന്നത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തി എഴുതുക. പൂജക ബഹുവചനം എന്താണ്? ഈ പൂജക ബഹുവചനം എന്ന് പറയുന്നത് അത് നമുക്ക് ഓരോന്നും പഠിച്ചങ്ങ് പോവാം. നമ്മൾ ഇന്നലെ കുറച്ച് മുമ്പേ പഠിച്ചില്ലായിരുന്നോ സല്ലിംഗ ബഹുവചനം? അതിൻ്റെ കൂട്ട് തന്നെ അതിൻ്റെ ഒരു 3 തരത്തിലുള്ള ബഹുവചനങ്ങളുണ്ട്. സല്ലിംഗ ബഹുവചനം, അല്ലിംഗ ബഹുവചനം, അതുപോലെ തന്നെ ഏതാ പൂജക ബഹുവചനം. പൂജക ബഹുവചനം എന്ന് പറയുന്നത് ബഹുമാനാർത്ഥം നമ്മൾ ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതാണ്. അതായത് ആറ്, കള്ള്, മാറ്, അതായത് ഗുരുക്കൾ, അവറുകൾ, സ്വാമികൾ, ഗുരുപാദർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജക ബഹുവചനത്തിൻ്റെ ഇവിടെ ആൻസർ ഗുരുപാദർ വരും. ഗുരുപാദർ നമ്മളൊരു ബഹുമാനത്വത്തോടെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അങ്ങനെ കൊടുത്തു വെച്ചാൽ പൂജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ ബഹുമാനത്തോടെ ചെയ്യുന്നതല്ലേ. നമ്മളിപ്പോൾ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിക്കുക പൂജിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു ബഹുമാനം കൊടുത്തല്ലേ പൂജിക്കുക. അതുപോലെ നമ്മൾ അധ്യാപകരെയൊക്കെ പൂജിക്കുക എന്നൊക്കെ ഓർത്ത് വെച്ചോ. അപ്പോൾ നമ്മളല്ലേ മാതാപിതാക്കളുടെയൊക്കെ ഒരു ബഹുമാനം കൊടുക്കുമല്ലേ. അപ്പോൾ അതാണ് ഗുരുപാദർ എന്ന് പറഞ്ഞത്. ഗുരുപാദർ, ഗുരുക്കൾ, അവറുകൾ. അപ്പം നമ്മൾ ഉടനെ ചോദിക്കും അധ്യാപികമാർ പൂജക ബഹുവചനത്തിൻ്റെ ഇതിൽ കണ്ടീഷന് വരത്തില്ലയോ എന്ന് ചോദിക്കുമ്പോൾ വരത്തില്ല. അധ്യാപികമാരെന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു ഇത് വന്നില്ലേ, അധ്യാപികമാരെന്ന് പറയുമ്പോൾ ഒരു എന്താണ് വരുന്നത്? സ്ത്രീലിംഗത്തിൻ്റെ ഒരു ഇത് വന്നില്ല. അധ്യാപികമാർ ഉണ്ടോ, സ്ത്രീലിംഗമായില്ലേ, അതുകൊണ്ട് അത് വരില്ല. അതുകൊണ്ട് ഇവിടെ ഗുരുപാദറാണ് ഉദ്ദേശം, ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതാണ്. നമ്മളൊരാളെ പൂജിക്കുന്നതെന്നൊക്കെ വിചാരിച്ചാൽ മതി. പൂജക ബഹുവചനം ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നത്. ഉദാഹരണങ്ങൾ ഏതൊക്കെ വരും? ഗുരുക്കൾ വരും, അവറുകൾ വരും, സ്വാമികൾ വരും, ഗുരുപാദർ വരും. അതുപോലെ തന്നെ അല്ലിംഗ ബഹുവചനോട് ജസ്റ്റ് എന്ന് പറയുന്നു. അല്ലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമോ പുല്ലിംഗമോ ഏത് തിരിച്ചറിയാൻ സാധിക്കാതെ, സ്ത്രീലിംഗമോ പുല്ലിംഗമോ ഒക്കെ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് വരുന്നത്. അതായത് ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ ഫടന്മാർ, മിടുക്കർ ഒക്കെ വരുന്നത്. മിടുക്കന്മാർ വരുന്നത് ഏതാ? പുല്ലിംഗത്തിലല്ലേ മിടുക്കന്മാർ വരുന്നത്. അതുപോലെ തന്നെ അധ്യാപികമാർ സ്ത്രീലിംഗത്തിലാണ്. ഫടന്മാർ വരുന്നത് ഏതാണ്? അല്ലിംഗ ബഹുവചനത്തിലാണ്. സ്ത്രീയാണോ പുരുഷനാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തതാണ്. മനസ്സിലായില്ലേ? അടുത്തത് അനലൻ എന്ന വാക്കിൻ്റെ പര്യായപദം എന്താ? അനലൻ എന്ന വാക്കിൻ്റെ പര്യായപദം ഓപ്ഷൻ സി തീയാണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരും. അനലൻ എന്ന് പറയുന്നത് തീയാണ്, അനിലൻ എന്ന് പറയുന്നതാണ് കാറ്റ്. രണ്ട് തിരിഞ്ഞു പോലെ. അനലൻ എന്ന് പറയുന്നതാണ് തീ, അനിലനാണ് കാറ്റ്. അപ്പോൾ തീയുടെ ബാക്കി കുറച്ച് പര്യായപദങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. തീയിൽ പറയുന്നത് അനലന്, അഗ്നി, വാഹ്നി, അതുപോലെ തന്നെ പാവകൻ, ദഹനൻ ഒക്കെ വരുമേ. അതുപോലെ തന്നെ കാറ്റിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? അനിലൻ വരും, വാദം വരും, മാരുതൻ വരും, പവനൻ വരും കേട്ടോ. അടുത്തത് വെള്ളത്തിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെ? ജലം, തോയം, സലിലം, വാരി, പയസ്, അമ്പു. അതുപോലെ തന്നെ ആകാശത്തിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? അമ്പരം, വ്യോമം, ദ്യോവ്, അഫ്രം, വാനം എന്നൊക്കെ ആകാശത്തിൻ്റെ പര്യായപദങ്ങളായിട്ട് വരും കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെ ഡിൽ ടൈപ്പ്. ഓക്കെ, അടുത്തത് കൈയാടിയെങ്കിലേ വായാടൂ. എന്താണ് കൈയാടിയെങ്കിലേ വായാടൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. അടുത്തത് ആമയം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ഓപ്ഷൻ ഡി നിരാമയം. ആമയം നിരാമയമാണ്. ആമയത്തിൻ്റെ വിപരീത പദമാണ് നിരാമയം. തിരുവോണം എന്ന് പറയുന്നത് ഏത് സന്ധിയാണെന്നാണ്. അപ്പോൾ ഈ സന്ധികളുടെ കാര്യം PSC ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്കറിയാം സന്ധികൾ 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ആഗമസന്ധി, ലോപസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ തിരുവോണമാണ്. അപ്പോൾ തിരുവോണം ആഗമസന്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ ആഗമം എന്നാൽ എന്താണ്? വന്നു ചേരുന്നത് എന്നാണെന്ന്.
വന്നു ചേരുക എന്നല്ലേ, ആഗമിക്കുക എന്നല്ലേ. അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. അതുകൊണ്ട് അതല്ലേ ഇവിടെ തിരുവോണം എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇത് ചേർന്ന് കഴിയുമ്പോൾ പുതിയൊരെണ്ണം വന്നില്ലേ അവിടെ, അതാണ് പുതിയ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ വന്നു ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. തിരുവോണം ആഗമസന്ധിയാണ്. ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ് തിരുവോണം, തിരുവാതിര, അവൻ കേട്ടോ ഒക്കെ വരുന്നത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. പിന്നെ വരുന്നത് നമ്മുടെ ലോപസന്ധിയാണ്. ലോപസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോൾ ആദ്യത്തെ പദത്തിൻ്റെ അവസാന സ്വരം ലോപിക്കുന്ന, അതായത് ലോപസന്ധിക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് അത് പ്ലസ് എങ്കിൽ, അതെങ്കിൽ, അതെങ്കിൽ, അത് പ്ലസ് എങ്കിൽ, അതെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ ഇല്ല പ്ലസ് എങ്കിൽ, ഇല്ലെങ്കിൽ, ഇല്ല പ്ലസ് എങ്കിൽ, ഇല്ലെങ്കിൽ. അതെന്താണ്, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആദ്യത്തെ പദത്തിൻ്റെ അവസാന സ്വരം ലോപിക്കുന്നതാണ് ലോപസന്ധി വരുന്നത്. അടുത്തത് ആദേശസന്ധി. ആദേശസന്ധി എന്താണ്, രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി മറ്റൊരു വർണ്ണം വരുന്നത്. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി മറ്റൊരു വർണ്ണം വരുന്നത്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ വിൺ പ്ലസ് തലം, വിണ്ടലം, വിൺ പ്ലസ് തലം, വിണ്ടലം കണ്ടോ, രണ്ടെണ്ണം മാറി വേറെണ്ണം വരുന്നില്ലേ, വിൺ പ്ലസ് തലം, വിണ്ടലം. അതുപോലെ തന്നെ കൺ പ്ലസ് നീര്, കണ്ണീർ, കൺ പ്ലസ് നീര്, കണ്ണീർ. അതുപോലെ തന്നെ ദ്വിത്വസന്ധി. ദ്വിത്വസന്ധി എന്ന് പറയുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഉത്തരപദത്തിൻ്റെ ആദ്യത്തെ വ്യഞ്ജനം ഇരട്ടിക്കുന്നു. അതായത് പടി പ്ലസ് പുര, പടിപ്പുര കണ്ടോ, പടി പ്ലസ് പുര, പടിപ്പുര കണ്ടോ. വെള്ളിക്കാശ്, വെള്ളിക്കാശ്, വെള്ളിക്കാശ് അതൊക്കെ വരത്തില്ലേ, അതൊക്കെ ദ്വിത്വസന്ധിക്ക്, അതായത് ഇരട്ടിയാവുകയാണ്. രണ്ടാമത്തെ വേർഡിൻ്റെ ആദ്യത്തേത് ഇരട്ടിയാവുകയാണ്, മനസ്സിലായില്ലേ, അതാണ് ദ്വിത്വസന്ധി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാലാദേശികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദമേത്? ആൻസർ ഓപ്ഷൻ സി ഉൽപ്പതിഷ്ണു ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആണ് ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം? ആൻസർ ഓപ്ഷൻ ബി നിമ്മീലനമാണ്. ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം നിന്മീലനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടു എന്ന് പിരിച്ചെഴുതുന്നത്? ഓപ്ഷൻ സി കൺ പ്ലസ് 2 ആണ് കണ്ടു എന്ന് പറയുന്നത്. അടുത്തത് കൂട്ടത്തിൽ പെടാത്തതെന്നാണ് വെച്ചിരിക്കുന്നത്. ആദർശം, കണ്ണാടി, ദർപ്പണം ഇതെല്ലാം ഒരേ മീനിങ് വരുന്നത്. കണ്ണാടിയുടെ പര്യായപദങ്ങളല്ലേ ആദർശവും ദർപ്പണവും ഒക്കെ. കണ്ണാടി. കൈതവം എന്ന് പറയുന്നത് വരത്തില്ല. കൈതവം എന്ന് പറയുന്നത് എന്തിൻ്റെ പര്യായപദം? കൈതവം എന്നൊക്കെ പറയുന്നത് കള്ളം പറയുക, കള്ളം, വ്യാജം എന്നൊക്കെയാണ് കൈതവത്തെ ഉദ്ദേശിക്കുന്നത്, പര്യായപദത്തെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആ പ്ലസ് അൻ അവൻ ഏത് സന്ധിയാണ്? നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചു. ആ പ്ലസ് എൻ അവൻ എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയൊരു സംഖ്യ വന്നു ചേരും, ആഗമിക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ആഗമസന്ധിയാണ്. ഓപ്ഷൻ സി ആഗമസന്ധിയാണ്. അടുത്തത് ആപ്പിൾ ഓഫ് ദ ഐ. ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുമ്പോൾ കണ്ണിലുണ്ണി എന്നാണ് അർത്ഥം. ഓപ്ഷൻ ബി കണ്ണിലുണ്ണി എന്നാണ് ആപ്പിൾ ഓഫ് ദ ഐ വരുന്നത്, കണ്ണിലുണ്ണി. അടുത്തത് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥമാണ്? ഓപ്ഷൻ എ കൊച്ചിയുടെ മഹാത്മ്യം കേട്ടോ. ഓപ്ഷൻ എ കൊച്ചിയുടെ മഹാത്മ്യം. അടുത്തത് മടി പ്ലസ് ശീല ചേർത്തെഴുതിയ രൂപമാണ് മടിശീല. ആൻസർ ഓപ്ഷൻ ഡി മടിശീല. അടുത്തത് ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. യാദൃശ്ചികം. യാദൃശ്ചികം സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ്, നിങ്ങൾ പഠിച്ചു വെച്ചോണേ. യാദൃശ്ചികം, അതിൽ അവിടെ ഒരു ചായയുടെയും വരുന്നുണ്ട്, ഈ ഒരു ചായയാണ് താഴെ, ഈ ഒരു ചായ. യാദൃശ്ചികം, യാദൃശ്ചികം നോക്കിയിട്ട് പോണേ. അടുത്തത് കുടിക്കുവാൻ ആഗ്രഹമുള്ള ആളിനെ പറയുന്നതാണ് പിപ്പാസു. കുടിക്കുവാൻ ആഗ്രഹമുള്ള ആളിനെ പറയുന്നതാണ് പിപ്പാസു. അതുപോലെ തന്നെ ജിജ്ഞാസു എന്ന് പറഞ്ഞാണ് അറിയുവാൻ ആഗ്രഹമുള്ളതിനെ പറയുന്നതാണ് ജിജ്ഞാസു, സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ പിപ്പടിഷു. പിപ്പടിഷു എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരെ പറയുന്നതാണ് പിപ്പടിഷു. അപ്പോൾ പിപ്പാസു എന്നാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്നാണ് ആൻസർ വരുന്നത്. അടുത്തത് വെള്ളത്തിൽ എഴുതുക എന്നതിൻ്റെ പ്രയോഗത്തിനർത്ഥം വെള്ളത്തിൽ എഴുതുക. വെള്ളത്തിൽ എഴുതുക എന്ന് നമുക്കറിയാം എന്താ, ഫലമില്ലാത്ത പ്രവൃത്തിക്കൊന്നുമില്ല. വെള്ളത്തിൽ എഴുതിയാൽ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായ പദം സതീർത്യൻ. സതീർത്യൻ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, സതീർത്യൻ, സതീർത്യൻ. ഓപ്ഷൻ സി കേട്ടോ. അടുത്തത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്നത് വിവക്ഷ. പറയാൻ ആഗ്രഹിക്കുന്നത് വിപക്ഷ കേട്ടോ. പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ജിഗിഷ എന്ന് പറഞ്ഞാൽ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. അതുപോലെ തന്നെ ദൃദൃഷ എന്ന് പറഞ്ഞത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. ദൃഷ്ടി എന്നൊക്കെ ഓർക്കുന്നത്. ദൃദൃഷ്ട എന്ന് പറഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളെന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അടുത്തത് തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ്? ഓപ്ഷൻ ബി മധുരം. തിക്തം, മധുരം കേട്ടോ. അടുത്ത ആപ്പിൾ ഓഫ് ദ ഐ. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം ഏതാണ് വെച്ചിരിക്കുന്നത്? ഞാൻ കുറച്ച് പേര് പറഞ്ഞു ഓപ്ഷൻ സി കണ്ണിലുണ്ണി. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ദശം എന്നാണ് വരുന്നത്. അടുത്തത് ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഏറ്റുപാടുക എന്ന് പറഞ്ഞാൽ ശിങ്കിടി പാടുക എന്നാണ്. ഏറ്റുപാടുക എന്ന് പറഞ്ഞാൽ ശിങ്കിടി പാടുക എന്നാണ്. ഏറ്റുപാടുക, ശിങ്കിടി പാടുക. അടുത്തത് ധനാശി. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ് ധനാശി പാടുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നക്ഷത്രം എണ്ണിക്കുക എന്നൊക്കെ പറയുന്നത് വിഷമിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അടുത്തത് ചുമ എന്ന് പറയുന്നത്. ചുമ എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി കാസമാണ്.
അടുത്തത് കരി പ്ലസ് പുലി ചേർത്തെഴുതുക. കരി പ്ലസ് പുലി എന്ന് പറഞ്ഞാൽ നമ്മൾ കരിമ്പുലി എന്നാണല്ലോ പറയുന്നത്. ഓപ്ഷൻ സി കരിമ്പുലി. അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനം നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞാണ് ബഹുവചനത്തെക്കുറിച്ച്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി സ്വാമികളല്ലേ. നമ്മൾ ബഹുമാനാർത്ഥം ഒരാൾക്ക് കൊടുക്കുന്നതാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്, സ്വാമികൾ കേട്ടോ. അടുത്തത് വെയിൽ നാളം എന്ന പദത്തിന് വിപുലീകരിച്ച രൂപം ഏത്? വെയിൽനാദം എന്ന പദത്തിന് വിപുലീകരിച്ച രൂപം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ വെയിലിൻ്റെ നാളമാണ്. അടുത്തത് ശരിയായ പദനിര കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളത് സാമ്രാട്ട് തത്വം കഥനം എന്നാണ്. സാമ്രാട്ട് തത്വം കഥനം. ചെതല് മിറ്റം അങ്ങനെയൊന്നും ഇല്ലല്ലോ. മൂടൻ ഗ്രന്ഥി ബിരുദം അടിമത്തം എന്നൊന്നും ഇങ്ങനെ വലിയ തായല്ലേ എഴുതുക. അടിമത്തം ഐശ്ചികം. അപ്പോൾ അതൊന്നും ശരിയല്ല. ഓപ്ഷൻ എ ആണ് സാമ്രാട്ട് തത്വം കഥനമാണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. അല്ലാതെ യോഗത്തിൽ ഏകദേശം 50ഓളം പങ്കെടുത്തു, ഏകദേശം യോഗത്തിൽ 50ഓളം പങ്കെടുത്തു, ആളുകൾ ഏകദേശമായി 50ഓളം പങ്കെടുക്കുകയുണ്ടായി എന്നല്ലല്ലോ. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു എന്നാണ് ശരിയായിട്ടുള്ള വാക്യം വരുന്നത്. അടുത്തത് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന വരിയുടെ ശരിയായ മലയാള വിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്. അടുത്തത് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ പറഞ്ഞാണ് വിജിഗിഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ പറഞ്ഞാണ് വിജിഗിഷു കേട്ടോ. പിപ്പടിഷു എന്താണ്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആളെ. ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാൻ ആഗ്രഹമുള്ളതിനൊക്കെ പറയാണ് ജിജ്ഞാസു. അടുത്തത് ശരിയായ പര്യായപദം രേഖപ്പെടുത്തി പദനിര കണ്ടെത്തുന്നതാണ്. ശരിയായ പദനിര കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 2 ആണ് വരുന്നത്. അത് ഗഗനം നഫസ് വ്യോമം. നഗനം നഹസ് വ്യോമം കേട്ടോ. അടുത്തത് ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ എ ആധിക്യമാണ്. ന്യൂനം ആധിക്യം. വിപരീത പദം ആധിക്യം. അടുത്തത് ശക്തിമത്താകുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏതെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കൊട്ടിപ്പിരി കൊള്ളുക എന്നാണ്. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക, കൊട്ടിപ്പിരി കൊള്ളുക എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അല്ലിംഗ വചന പ്രത്യയം ചേർന്ന രൂപം എന്നാണ്? അല്ലിംഗ വചന പ്രത്യയം ചേർന്ന രൂപം ഏതെന്നാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ വരുന്നത്. അധ്യാപകർ അല്ലേ വരുന്നത്. അതായത് അധ്യാപകർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീലിംഗമോ പുല്ലിംഗമോ ഒന്നും തിരിച്ചറിയാൻ സാധിക്കത്തില്ലല്ലോ. അധ്യാപകർ, നമ്മൾ പഠിച്ചാണ് ഉദ്യോഗാർത്ഥികൾ, ഭടന്മാർ, മിടുക്കർ. ഇതിനകത്ത് ആണാണോ പെണ്ണാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അധ്യാപകർ എന്നല്ലേ പറയുന്നത്. അതായത് സ്വാമികൾ എന്താണ്? പൂജക ബഹുവചനത്തിൻ്റെയാണ്. അതുപോലെ തന്നെ മിടുക്കന്മാരെന്ന് പറയുമ്പോൾ ആണുങ്ങളല്ലേ. മിടുക്കന്മാർ എന്ന് പറയുമ്പോൾ എന്താണ്? പുല്ലിംഗ ബഹുവചനമാണ് വരുന്നത്. അതുപോലെ തന്നെ അമ്മമാരെന്താണ്? സ്ത്രീലിംഗമാണ് വരുന്നത് കേട്ടോ. അടുത്തത് ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന ശരിയായ 2 പദങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഉത്പ്ലസ് നമ്രമാണ്. അടുത്തത് സമുച്ചയാർത്ഥത്തിൽ തുല്യമായ പദങ്ങളാക്കാൻ കഴിയുന്ന പദം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി രൂപഭാവങ്ങളാണ്. അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നാണ്. ശരി. പാദസ്വരവും നമ്മളിങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. പാദസ്വരം കണ്ടോ. ഇങ്ങനൊന്നും അല്ല എഴുതുന്നത്. പാദസ്വരം, പാദം പ്ലസ് സ്വരം, പാദസ്വരം കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് എഴുതുന്നത്. അടുത്ത ലോകത്തെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഓപ്ഷൻ സി ലൗകികമാണ്. കഴുത്ത് എന്ന പദത്തിൻ്റെ പര്യായപദം എന്നാണ്? ഓപ്ഷൻ ഡി ഗളം എന്നാണ്. അടുത്തത് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ഏതാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് വരുന്നത്? ഓപ്ഷൻ സി മുളയിലറിയാം വിള. നീചം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ്. നീചത്തിൻ്റെ വിപരീത പദമാണ് ഉച്ചം കേട്ടോ. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ്. അടുത്തത് ഓൾ ഗിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന ചൊല്ലിന് സമാനമായിരുന്നുണ്ട്. ഓൾ ഗിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്, മിന്നുന്നതെല്ലാം പൊന്നല്ല കേട്ടോ. എളുപ്പമാണ്. അടുത്തത് ശരിയായി പിരിച്ചെഴുതിയ രൂപം ഏതാണ്? ഇതിനകത്ത് ശരിയായിട്ടുള്ള പിരിച്ചെഴുതിയ രൂപ തിരു പ്ലസ് ഓണമാണ്. തിരു ഓണം എന്നല്ലേ എഴുതുന്നത്? മരം പ്ലസ് കൊമ്പാണോ? മരം പ്ലസ് കൊമ്പെന്നല്ലേ? അത് സത്യം പ്ലസ് അതിലാണോ? അല്ലല്ലോ. അതുപോലെ തൊണ്ട പ്ലസ് ഇടറി എന്നല്ലേ? തൊണ്ട പ്ലസ് ഇടറി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് വരുന്നത് കേട്ടോ. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം ഏത്? ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? അതിനെയാണ് സർവ്വനാമം എന്ന് പറയുന്നത്. സർവ്വനാമം എന്ന് പറയുന്നത്. സർവ്വനാമം എന്താണ്? സർവ്വനാമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയാം? നിൽക്കുക, ഞാൻ പറയാം. ഒരു മിനിറ്റ്. സർവ്വനാമം എന്നാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സർവ്വനാമം. ഒരു മിനിറ്റ്. സർവ്വനാമം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദങ്ങളെയാണ് സർവ്വനാമം എന്ന് പറയുന്നത്. സർവ്വനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാമത്തിന് തുല്യം, ഒരു നാമത്തിന്
പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദങ്ങളെയാണ് സർവ്വനാമം എന്ന് പറയുന്നത്. ഉദാഹരണങ്ങളായിട്ട് പറയുമ്പോൾ എന്താണ്? അവൾ പറയും, അവൻ പറയും, അത് പറയും, എല്ലാം, ആരെന്നൊക്കെ പറയും. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമത്തെയാണ് സർവ്വനാമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേനാമം എന്താണ്? മേനാമം എന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജാതി, വ്യക്തി ഭേദങ്ങളില്ലാത്ത വസ്തുക്കളുടെ നാമമാണ് മേനാമം. മേനാമമാണ് പറയുന്നത് നമ്മൾ മേഘം, മഴ, ആകാശം, മണ്ണ്, വെള്ളമൊക്കെ മേനാമമാണ് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മൾ സാമാന്യനാമമാണ്. സാമാന്യനാമം എന്ന് പറയുമ്പോൾ ഒരു വർഗ്ഗത്തിൻ്റെ പൊതുവായ നാമമാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം, സാമാന്യനാമത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് മനുഷ്യൻ, വൃക്ഷം, പക്ഷി, നദിയൊക്കെ വരുന്നതാണ് സാമാന്യനാമം. പിന്നെ വരുന്നത് സംജനാനാമമാണ്. സംജനാനാമം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? സംജനാനാമം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെ പേരിനെക്കുറിച്ച് നാമം ആണ് പറയുന്നത്. സഞ്ജാമനത്തെ ഏകനാമം എന്നും വിളിക്കുന്നത്. സഞ്ജാമനാമത്തെ ഏകനാമം എന്നും വിളിക്കുന്നത്. അതായത് അതിൻ്റെ ഉദാഹരണമായിട്ട് സംജാനാമത്തെ ഉദാഹരണമായിട്ട് പറയുന്നത് രാമൻ, പുസ്തകം, കിളിമാനൂർ, പമ്പ എന്നൊക്കെ പമ്പത്തെ ഒരു പേരെടുത്ത് വിളിക്കുന്നതിന്. അതുപോലെ തന്നെ വേറൊരു ഇതുണ്ട്, സമൂഹനാമമുണ്ട്. സമൂഹനാമം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിൻ്റെ പേര്. ഉദാഹരണം പറ്റം, കിട, സഫ, സൈന്യം, കുലം, വംശമൊക്കെ സമൂഹനാമത്തിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അടുത്തത് മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത്, മാവിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഓപ്ഷൻ ബി വരകമാണ്. വരകം. അതുപോലെ തന്നെ ശരിയായ പദം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കവയിത്രി. കണ്ടോ? ഓപ്ഷൻ ഡി കവയിത്രി. അടുത്തത് വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം വിദുഷിയാണ്. വിദ്വാൻ, വിദുഷി. ഓപ്ഷൻ സി ആണ്. അടുത്തത് അശ്വതം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ എ അരയാലാണ്. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം. അടുത്തത് വിപരീത ശബ്ദം എഴുതുക. സ്വകീയം എന്ന് പറയുന്നത് പരകീയം എന്നാണ് വിപരീത പദം. അടുത്തത് പടക്കളത്തെ പിരിച്ചെഴുതുക. പട പ്ലസ് കളവാണ് പടക്കളം. പടം പ്ലസ് കളവല്ല, പട പ്ലസ് കളവാണ് പടക്കളമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് ഓലപ്പാമ്പ് കാട്ടുക എന്ന് പറഞ്ഞ ശൈലിയുടെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭീഷണിപ്പെടുത്തുക. നമുക്കറിയാം ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കലെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഓലപ്പാമ്പ് കാട്ടുക എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക എന്നാണ്. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഇതിനകത്ത് ശരിയായിട്ടുള്ള വാക്യം എന്ന് പറഞ്ഞാൽ ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ചേർത്തെഴുതുക. നൽ പ്ലസ് നൂറ്. നൽ പ്ലസ് നൂറ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ നന്നൂൽ എന്നാണ്. നൽ പ്ലസ് നൂല് നന്നൂൽ എന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ LDCയുമായിട്ട് ബന്ധപ്പെട്ട LDC ലെവൽ എക്സാംസിൻ്റെ എല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തത്. 2023, 22, 24 ഒക്കെ ചോദിച്ച LDC ലെവലിലെ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെയാണ് മലയാളമാണെന്ന് വെച്ചത്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ്. ഇതെല്ലാം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്തു തന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെല്ലാം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുമെന്നറിയാം, ട്രിവാൻഡ്രത്തിൽ പരീക്ഷ എഴുതുന്നവർ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ആയ മലയാളം കഴിഞ്ഞു. ഇനി അപ്പോൾ അടുത്ത ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന. ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മൾ ഇതിന് ശേഷം ഉടനെ തന്നെ ഇടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഗാ റിവിഷൻ വരുന്നുണ്ട് കറണ്ട് അഫെയർ സീരീസിൻ്റെ. അതും എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനെല്ലാം വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മാത്സിൻ്റെ കാര്യം ഞാനൊന്ന് പറയാം. നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള ട്രിക്ക് ടേൺ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ ക്ലാസ് ഉണ്ട്. ആ സാറിൻ്റെ ക്ലാസ് നല്ല വ്യക്തമായിട്ടാണ് മാത്സിനെല്ലാം റിവിഷൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ മാക്സിമം മാത്സൊക്കെ ബാക്കിലോട്ടൊക്കെ നിൽക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ആ സാറിൻ്റെ ചാനലിൽ പോയി ട്രിക്ക് ടേൺ കേട്ടോ, ട്രിക്ക് ടേൺ ആ ചാനലിൽ പോയി മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക, മാത്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് വരും. സാറ് നല്ല രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. തന്നെയല്ല, സാറ് പുതിയ മോഡൽ ക്വസ്റ്റ്യൻസും അതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്സിൻ്റെ കാര്യത്തിലൊക്കെ പിന്നോട്ട് നിൽക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ആ സാറിൻ്റെ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.